ഗുരുവായൂർ ഡിലൈറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ വി.പി. ഉണ്ണികൃഷ്ണൻ. നവരാത്രി കാലമാണ്. എല്ലാവരും നവരാത്രി ആഘോഷിക്കുന്ന ദിനങ്ങളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രം ഇടത്തിരികത്തുകാവിലും മമ്മിയൂർ ക്ഷേത്രത്തിലുമെല്ലാം നവരാത്രി വളരെ സവിശേഷമായിട്ട് ആഘോഷിച്ചു വരികയാണ്. എന്തൊക്കെയാണ് നവരാത്രിയുടെ വിശേഷങ്ങൾ, നവരാത്രി കാലത്തെ ആഘോഷങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇന്നത്തെ മലയാള മനോരമ മുരളികയിൽ വി.പി. ഉണ്ണികൃഷ്ണൻ എന്ന ഞാൻ ഒരു ചെറിയ ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, മുരളികയുടെ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നവരാത്രിയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. നമുക്കറിയാം, നവരാത്രി എന്നത് ഇന്ത്യയാകെ ആചരിക്കുന്ന, ഇന്ത്യയാകെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. പക്ഷേ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ നവരാത്രി ആഘോഷിക്കുന്നത് അത് വാഗ്ദേവതയുടെ അഥവാ വാണീദേവിയുടെ പൂജയായിട്ടാണ്. നമ്മൾ അക്ഷരങ്ങളെയാണ് പൂജിക്കുന്നത്, നമ്മൾ പുസ്തകങ്ങളെയാണ് പൂജിക്കുന്നത്, നമ്മൾ ഒരിക്കലും ക്ഷയിക്കാത്ത അറിവിനെയാണ് പൂജിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം ദുർഗാദേവിയെ പൂജിച്ചുകൊണ്ട് ആയുധ പൂജയാണ് കൂടുതൽ സ്ഥലങ്ങളിലും നടക്കുന്നതെങ്കിൽ കേരളത്തിലെ മാത്രം സവിശേഷതയാണ് ഈ വാഗ്ദേവതയെ, വാക്കിൻ്റെ ദേവതയെ, വാണിയുടെ ദേവതയെ ആഘോഷിക്കുന്നത്, പൂജിക്കുന്നത്. അത്തരത്തിലുള്ള 9 ദിവസത്തെ ആഘോഷം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം ഇടത്തരികത്തുകാവിലാണ്. നവരാത്രിയുടെ പ്രഥമ മുതൽ 9 ദിവസക്കാലം നവരാത്രി ആഘോഷം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം ഇടത്തരികത്തുകാവിലാണ്. ഗുരുവായൂർ ക്ഷേത്രം ഇടത്തരികത്തുകാവിൽ നമുക്കറിയാം ഭഗവതിയാണ് പ്രതിഷ്ഠ. ഗുരുവായൂരപ്പന് വേണ്ടി ഇടത്തെ അരികത്തേക്ക് മാറിയിരുന്ന ഭഗവതിയാണ് ഇടത്തരികത്തുകാവ് ഭഗവതി എന്നാണ് പൊതുവിൽ പറഞ്ഞു വരുന്ന കഥ. ഗുരുവായൂർ ക്ഷേത്രം ആദ്യം ഭഗവതിയുടേതായിരുന്നെന്നും ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠയ്ക്കായിട്ട് ഗുരുവും വായുവും കൂടി ഗുരുവായൂരിലെത്തിയപ്പോൾ പ്രതിഷ്ഠയ്ക്കുള്ള സ്ഥലം, പ്രധാന സ്ഥലമായിട്ട് ഭഗവതിയുടെ സ്ഥലം ഒഴിഞ്ഞുകൊടുത്ത് ഇടത്തെ അരികത്തേക്ക് മാറിയിരുന്ന ഭഗവതിയാണ് ഇടത്തരികത്തുകാവ് ഭഗവതിയായത് എന്നാണ് സങ്കല്പം. ഇടത്തരികത്തുകാവ് ഭഗവതിയുടെ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഭക്തരുടെ വഴിപാടായിട്ട് നവരാത്രി ആഘോഷങ്ങൾ നടക്കും. 9 ദിവസക്കാലം ഭക്തരുടെ വഴിപാടായിട്ട് ആഘോഷങ്ങൾ നടക്കും. ഓരോ ഗുരുവായൂരത്തെയും പരിസര പ്രദേശത്തെയും ഓരോ വ്യക്തികളും സ്ഥാപനങ്ങളുമാണ് ഈ വഴിപാട് പണ്ട് മുതലേ നടത്തി വരുന്നത്. ആദ്യത്തെ ദിവസത്തെ വഴിപാട് നടന്നത് ശ്രീകൃഷ്ണ ഭവൻ്റെ വകയായിട്ടാണ്. അതേപോലെ രുക്മിണി റീജൻസിയുടെ വകയായിട്ടൊരു ദിവസം നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരുടെ വകയായിട്ടാണ് ഉത്സവം, നവരാത്രി ആഘോഷം നടന്നു വരുന്നത്. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ നേദ്യങ്ങളുണ്ട്. 3 മണിക്ക് നിർമാല്യ സമയം മുതൽ വിശേഷാൽ നേദ്യങ്ങൾ, വിശേഷാൽ അഭിഷേകങ്ങൾ, അതേപോലെ അലങ്കാരങ്ങൾ, ചുറ്റുവിളക്കുകൾ, ക്ഷേത്രത്തിന് ചുറ്റുമായിട്ടുള്ള വിളക്കുമാടങ്ങൾ തെളിയിച്ചുകൊണ്ടുള്ള ചുറ്റുവിളക്കുകൾ, നിറമാലകൾ, കേളി, തായമ്പക എന്നുവേണ്ട വിശേഷ വാദ്യ വിഭവങ്ങളോടെയാണ് ഭഗവതിയുടെ നവരാത്രി ആഘോഷിക്കുന്നത്. പണ്ട് കാലത്ത് ഇത് ഈ വഴിപാടുകാരാണ് ഇത് ആഘോഷിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ദേവസ്വമാണ് അത് ആഘോഷിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ കൂത്തമ്പലത്തിലാണ് നടക്കുന്നത്. മുമ്പ് ക്ഷേത്രത്തിനകത്ത് ഗണപതി ക്ഷേത്രത്തിന് മുന്നിലായിട്ടുള്ള സരസ്വതി അറയിലായിരുന്നു പുസ്തകത്തിൻ്റെ പൂജവയ്പ്പ് നടന്നു വന്നിരുന്നത്. എന്നാൽ പിന്നീട് തിരക്കൊക്കെ വർദ്ധിച്ചപ്പോൾ 1990-ൽ സരസ്വതി അറയിൽ നിന്ന് പുസ്തകം പൂജവയ്പ്പ് കൂത്തമ്പലത്തിലേക്ക് മാറ്റി. കൂത്തമ്പലത്തിലെ പ്രത്യേകം തയ്യാറാക്കുന്ന സരസ്വതി മണ്ഡപമായിട്ട് അണിയിച്ചൊരുക്കുന്ന കൂത്തമ്പലത്തിൽ അഷ്ടമി ദിവസം ദീപാരാധന കഴിഞ്ഞാൽ സന്ധ്യയ്ക്കാണ് പൂജവയ്പ്പ് ചടങ്ങ് നടക്കുക. പൂജ വയ്ക്കുന്നത് ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ, കൃഷ്ണാട്ടം കളിയിലെ ആയുധങ്ങൾ, കൃഷ്ണാട്ടം കളിയിലെ താളിയോല ഗ്രന്ഥങ്ങൾ, കുട്ടികളുടെ പുസ്തകങ്ങൾ, നൃത്തം അഭ്യസിക്കുന്ന കുട്ടികളുടെ ചിലങ്കകൾ എന്നിവയൊക്കെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുസ്തക പൂജയ്ക്കായിട്ട് അല്ലെങ്കിൽ പൂജവയ്പ്പിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അഷ്ടമി ദിവസം വൈകുന്നേരം ഒരു പൂജ നടക്കും. നവമി ദിവസം 3 പൂജകൾ നടക്കും. ദശമി ദിവസം രാവിലെ, വിജയദശമി ദിവസം രാവിലെ ഒരു പൂജ കൂടി നടക്കും. ഈ പൂജകളെല്ലാം നടത്തുന്നത് ക്ഷേത്രത്തിലെ ഓദിക്കന്മാരാണ്. ഈ പൂജകളെല്ലാം നടത്തുന്നത്. ഇക്കുറി തിഥിയിൽ വ്യത്യാസം വന്നതുകൊണ്ട്, അഷ്ടമി 2 ദിവസം വരുന്നതുകൊണ്ട് തിഥിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ 2 ദിവസം അടച്ചുപൂജയുണ്ട്. അതിനുശേഷം വിജയദശമി ദിവസം രാവിലെ ശിവേലി കഴിഞ്ഞാൽ കൂത്തമ്പലത്തിൽ നിന്ന് ഭഗവതിയുടെയും ഗുരുവായൂരപ്പൻ്റെയും ഗണപതിയുടെയും ദക്ഷിണാമൂർത്തിയെയും സങ്കല്പിച്ചാണ് അവിടെ പൂജ നടക്കുന്നത്. അവിടെ നിന്ന് ഈ ചിത്രങ്ങളുമായിട്ട് ഘോഷയാത്രയായിട്ട് വടക്കേ കുളപ്പുര മാളികയിലെ വിദ്യാരംഭം ഹാളിലേക്ക് എഴുന്നള്ളിക്കും. അവിടെ എഴുന്നള്ളിച്ച് ഇരുത്തിയതിന് ശേഷം
ക്ഷേത്രത്തിൻ്റെ ഊരാളനായിട്ടുള്ള മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അവിടെ നിലവിളക്ക് തെളിയിക്കും. അതോടുകൂടി വിദ്യാരംഭം അഥവാ എഴുത്തിനിരുത്തൽ ചടങ്ങ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആരംഭിക്കുകയായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തുന്നത് കീഴ്ശാന്തി കുടുംബങ്ങളിലെ കാരണവന്മാരാണ് എഴുത്തിനിരുത്തുന്നത്. 13 കീഴ്ശാന്തി കുടുംബങ്ങളിലെ കാരണവന്മാർ ആചാര്യന്മാരായിട്ട് എഴുത്തിനിരുത്തൽ ചടങ്ങ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലേതുപോലെ തന്നെ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ പണ്ട് മുതൽ ഗുരുവായൂർ നാട്ടുകാർ കൂടുതലുമായിട്ട് നവരാത്രി ആഘോഷിച്ചിരുന്നത് മമ്മിയൂർ ക്ഷേത്രത്തിലാണ്. മമ്മിയൂർ ക്ഷേത്രത്തിൽ വിപുലമായ കലാപരിപാടികളോടെ മമ്മിയൂർ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം തുടങ്ങി. മമ്മിയൂരിലെ സരസ്വതി മണ്ഡപത്തിൽ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന കലാപരിപാടികൾ വൈകിട്ടുണ്ടാവും. രാവിലെ സരസ്വതി പൂജ ഉണ്ടാകും. അതിനുശേഷം സംഗീതാർച്ചന ഉണ്ടാവും. വൈകിട്ട് പ്രഗത്ഭരായ വ്യക്തികൾ പങ്കെടുക്കുന്ന നൃത്ത സംഗീതോത്സവം നടക്കുന്നുണ്ട് മമ്മിയൂർ ക്ഷേത്രത്തിൽ. അപ്പോൾ ഗുരുവായൂരിലും മമ്മിയൂരിലും നവരാത്രി ആഘോഷങ്ങൾ വളരെ പ്രസക്തമായ രീതിയിൽ നടന്നു വരികയാണ്. നമുക്കറിയാം, അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർ, അക്ഷരങ്ങളെ ആരാധിക്കുന്നവരുടെ ഒരു ഉത്സവമാണ് നവരാത്രി എന്ന് പറയുന്നത്. അക്ഷരങ്ങളെ സ്നേഹിക്കുകയും അക്ഷരങ്ങൾ കൊണ്ട് ജീവിക്കുകയും ചെയ്യാതെ മനുഷ്യന് നിർവാഹമില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഈ അക്ഷര പൂജയിൽ പങ്കെടുക്കുകയാണ്. നവരാത്രിയുടെ മാനവും അതാണ്. നവരാത്രി മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമായ സംഗതിയാണ്. കുട്ടിയുടെ നാക്കിലെഴുതി, കുട്ടിക്ക് അന്നമായി കഴിക്കുന്ന അരിയിലെഴുതി, മുതിർന്നവർ മണലിലെഴുതി അക്ഷരം ഉറപ്പിക്കുന്ന ഒരു സവിശേഷമായ ചടങ്ങാണ് നവരാത്രി. ആ നവരാത്രി ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു, ഈ ഫോളോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പരമാവധി ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. കൃഷ്ണാർപ്പണം. കൃഷ്ണ ഗുരുവായൂരപ്പ.